ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ഈ പൂച്ചയ്ക്കൊരു മൂക്കുത്തി എനിക്കൊന്ന് നിങ്ങളുടെ സൗഹൃദത്തിൽ ആദ്യം ഉണ്ടായ സിനിമയാണ് അല്ലേ? ആ സിനിമയുടെ ഒരു നിർമ്മാണം ഇപ്പം നമ്മൾ ആലോചിക്കുമ്പം എങ്ങനെയുണ്ടായിരുന്നു ഈ സൗഹൃദത്തിന്റെ ഒരു കരുത്ത്? ഞാൻ നിങ്ങളിൽ അസൂയയോടെ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ കൊല്ലത്തെ സൗഹൃദ പഴമയ്ക്ക് ശേഷമാണ് നിങ്ങൾ സിനിമാ രംഗത്തേക്ക് വരുന്നത്. അല്ല, സിനിമയിൽ കണ്ട സുഹൃത്തുക്കളല്ല നിങ്ങൾ. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഗുണകരമായത് ഈ പുതിയ തലമുറയ്ക്ക്? പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന് പറഞ്ഞ സിനിമ ഞങ്ങൾ ആലോചിക്കുന്നത് എൻ്റെ കൂലി എന്ന് പറഞ്ഞൊരു സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ മദ്രാസിലിരിക്കുമ്പോൾ AVM സ്റ്റുഡിയോയുടെ ഒരു കസേരയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ദിവസം എഡിറ്റിംഗ് റൂമിൻ്റെ വെളിയിൽ, അന്ന് ശങ്കുണ്ണേട്ടനാണ് അതിൻ്റെ എഡിറ്റർ. അപ്പോൾ അതിൻ്റെ വെളിയിൽ ഇരിക്കുമ്പോൾ, ശങ്കുണ്ണേട്ടനല്ല അമ്പിയണ്ണൻ, അപ്പോൾ അന്നാണ് പ്രിയൻ ഇതിൻ്റെ ഒരു ചെറിയൊരു ലൈൻ പറയുന്നത്. അപ്പോൾ പ്രിയൻ ഡയറക്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പടമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ഈ കൂലി എന്ന് പറഞ്ഞ പടം പൊട്ടി തകർന്ന് തരിപ്പണമായി നമ്മൾ പെരുവഴിയിലാവുന്ന ഒരു അവസരത്തിൽ ഞാൻ കൊല്ലത്ത് നമ്മുടെ തിരുവങ്കടം റെഡ്ഡിയാർ എന്ന് പറഞ്ഞ ഫൈനാൻസറുണ്ട്. അദ്ദേഹമാണ് തിരനോട്ടമൊക്കെ നമുക്ക് ഫൈനാൻസ് ചെയ്തത്. കൂലിയും അദ്ദേഹമായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഇങ്ങനെ ഞാൻ അടുത്തൊരു പടം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ്. അങ്ങനെ ആ പടം ചെയ്യാനായിട്ട് അദ്ദേഹം പറഞ്ഞു അത് ആലോചിക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ ആദ്യം പോയിട്ട് ഒരു ഈ കൂലിയുടെ സബ്സിഡി ഉണ്ടായിരുന്നു. അന്ന് 50,000 രൂപയാണ് സബ്സിഡി. അന്ന് 50,000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ടാണ്. അത് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം. ഓടി നടന്ന് കാല് പിടിച്ച് സബ്സിഡിയൊക്കെ വാങ്ങിച്ച് അതേപോലെ തന്നെ 50,000 രൂപ കൊണ്ട് അങ്ങനെ അടുത്ത് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഈ പടത്തിന് ബാക്കി ഫൈനാൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് ആ പടത്തിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, 7.5 ലക്ഷം രൂപയ്ക്കാണ് ആ പടം ചെയ്തത്. പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് പ്രിയൻ ഡയറക്ടർ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് തിരുവങ്കടം മുതലാളി എൻ്റെ അടുത്ത് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, പ്രിയൻ നന്നായിട്ട് എഴുതും. അന്ന് പ്രിയൻ 2-3 തിരക്കഥയൊക്കെ എഴുതി കഴിഞ്ഞാണ്, നമുക്ക് ശശികുമാർ സാറിനെ ഡയറക്ടറായിട്ട് വെക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറ്റൂല മുതലാളി, ഞാൻ വാക്കുകൊടുത്തു പോയതാണ്. മുതലാളി എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. ഇല്ല, ഞാൻ 50,000 രൂപ ശശികുമാറിന് കൊടുക്കാനുള്ള, അന്ന് ശശികുമാർ സാറിന്റെ റെമ്യൂണറേഷൻ 50,000 രൂപ, അത് ഞാൻ തരാം. അപ്പം ഞാൻ പറഞ്ഞു അത് ശരിയാവില്ല, ഒന്നും കൂടെ ആലോചിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ട് അന്ന് ശങ്കർ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളാണ്, ശങ്കർ. അപ്പം ഞാൻ ശങ്കുവിൻ്റെ അടുത്ത് വന്നത്, ശങ്കു ഇങ്ങനെയാണ്, അദ്ദേഹം ഇങ്ങനൊരു ഇതിൽ നിൽക്കുകയാണ്, നീയും കൂടെ വാന്നും പറഞ്ഞ് ശങ്കറിനെ വിളിച്ചിട്ട് ഞാനൊരു ദിവസം ഉച്ചയ്ക്ക് ഇവിടെ പോയി, കൊല്ലത്ത് പോയിട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് ശങ്കറിൻ്റെ ഒരു കോൺഫിഡൻസ്, ശങ്കർ പറഞ്ഞ് പ്രിയ നന്നായിട്ട് ഡയറക്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളും ഒക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം അവസാനം സമ്മതിച്ചു, അദ്ദേഹത്തിനെ കൊണ്ട് സമ്മതിപ്പിച്ചു. ആ പടത്തിന്റെ ആൽബം വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഓഫീസ് ഈ ആൽബം ഒക്കെ തുറന്നു വെച്ചിട്ട് അതിൻ്റെ അകത്ത് നെടുമുടി വേണും സുകുമാരി ചേച്ചിയാണ്, കണ്ടവർക്കൊക്കെ അറിയാം, മെയിനായിട്ട് ആ റോൾ അഭിനയിച്ചത്. അവിടെ ഒത്തിരി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരും, അവരെ വിളിച്ചെടുത്തിട്ട് പറയാം, ഇതാ കണ്ടോ ഒരു പടം എടുത്തോണ്ട് വന്നിരിക്കുകയാണ്, നെടുമുടി വേണും സുകുമാരിയാണ് ഹീറോയിൻ. അവസാനം ഈ പടം ഓടിക്കഴിഞ്ഞ് അതിന്റെ ഇത് കാണാനായിട്ട്, ഡബിൾ പോസിറ്റീവ് കാണാനായിട്ട് അദ്ദേഹം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വന്ന്, എനിക്ക് അറിയാം അദ്ദേഹം തുടക്കം മുതൽ അവസാനം വരെ ഇവിടെ നിന്ന് ചിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ആണ് ആ പടം ആദ്യം, ആ പടം എടുത്ത് ഉടനെ തന്നെ അത് റിലീസ് ചെയ്ത് ഭയങ്കര സൂപ്പർ ഹിറ്റായി പോയി. അത് കഴിഞ്ഞൊരു 25 ദിവസം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത പടം തുടങ്ങി, ഓടരുത് മാളറി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.